ഈ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശന് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത വകുപ്പുകൾ പ്രത്യേകം ശ്രദ്ധാർഹമാണ്. ഇതുവരെ ഒരു മുഖ്യമന്ത്രിയും ധനകാര്യ വകുപ്പ് സ്വയം ഏറ്റെടുത്തിട്ടില്ല. കാരണം അത് അത്രമാത്രം സങ്കീർണമായ തലവേദന പിടിച്ചൊരു വകുപ്പാണ്. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനം ധനകാര്യ വകുപ്പ് തന്നെയാണ്. അത് മറ്റൊരാളെ ഏൽപ്പിക്കാതെ അദ്ദേഹം സ്വയം ഏറ്റെടുത്തത് അദ്ദേഹം ഒരു വലിയ വെല്ലുവിളി ഏറ്റെടുക്കുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഈ പോർട്ട് തുറമുഖം സാധാരണ അങ്ങനെ ആരും എടുക്കാറില്ല. ഇത്തവണ തുറമുഖ വകുപ്പ് അദ്ദേഹം എടുത്തതിന് വലിയ പ്രസക്തിയുണ്ട്. താങ്കൾ ഇതിനെ രണ്ടിനെ എങ്ങനെ കാണുന്നു? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ധനകാര്യ മിസ്മാനേജ്മെൻറ്റിനെ കുറിച്ച് ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2 മന്ത്രിസഭകളുടെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ സംഭാഷണങ്ങൾ നടത്തിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ സ്പീച്ചസ് കൊടുത്തിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹം പല സംഭാഷണങ്ങളിലും ഈ ധനകാര്യ മിസ്മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ധനകാര്യം എന്ന് നമ്മൾ പറയുമ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ചു നോക്കണം. റവന്യൂ ഫിനാൻസ് മാനേജ്മെൻറ്റും കൂടി ഒരുമിച്ച് കാണാൻ കഴിയണം. അപ്പോൾ റവന്യൂ അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ പ്രോപ്പർ അല്ലായിരുന്നു എന്ന് പുള്ളി പലതവണ പറഞ്ഞിട്ടുണ്ട്. അവിടെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഈ റവന്യൂ കൊടുത്തിരിക്കുന്നത് KBC പ്രസിഡന്റിനാണ്, മറ്റത് CLP ലീഡർക്കും. അപ്പോൾ ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് റവന്യൂ കളക്ഷനെ കുറിച്ചും ധനകാര്യ മിസ്മാനേജ്മെൻറ്റിനെ കുറിച്ചും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിരുന്ന കോൺഗ്രസ് പാർട്ടി അതിൻ്റെ ഏറ്റവും തലപ്പത്ത് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്തിരുന്ന 2 പേർക്കാണ് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുത്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഇപ്പോഴത്തെ കേരളത്തിൽ അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയ സതീശന് ഒരുപക്ഷെ ഇപ്പം ധനകാര്യം ഏറ്റവും കൂടുതൽ നന്നായിട്ട് മാനേജ് ചെയ്യാൻ അറിയാവുന്ന അദ്ദേഹത്തിന് തന്നെ ആവാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ സെലക്ഷൻ വളരെ നല്ലതാണ്. രണ്ടാമത് അദ്ദേഹത്തിൻ്റെ തുറമുഖ വകുപ്പാണ്. ഈ തുറമുഖ വകുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തെ ഇപ്പം നമ്മൾക്ക് വിഴിഞ്ഞം പോട്ട് ഒരു ഫസ്റ്റ് ലെവലിലാണ്, അതിനൊരു 2nd or 3rd ലെവലിൽ എത്തിക്കുക. പിന്നെ ഈ സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഇപ്പം കണ്ണൂർ പോർട്ട് ഓപ്പറേഷനിലാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിനെ എല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള തീരദേശ ജലപാത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു ഔട്ട്ലുക്ക് അടുത്ത ഒരു 5 കൊല്ലത്തിനുള്ളിൽ മാറാൻ പോകുന്ന ഒരു ഘട്ടത്തിൽ ആ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. മറ്റു വകുപ്പുകളിലേക്ക് നമ്മൾ കടക്കുകയാണെങ്കിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം കൊടുത്തതിനെ കുറിച്ച് ഈ ആഭ്യന്തരം രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തതിനെ കുറിച്ച് പലരും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഇത് മുഖ്യമന്ത്രിയാണ് സാധാരണ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാറ്. ഇന്നുവരെയുള്ള ചരിത്രം അതാണ്. വളരെ പൂർവ്വമായിട്ട് ആഭ്യന്തര വകുപ്പ് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി കൈവിടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു കൈ പോകുന്നതിന് തുല്യമാണ് എന്നുള്ള വീട്ടിലൊക്കെ നമ്മൾ സാധാരണ ഈ അധികാരം കയ്യിലിരുത്തുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പലപ്പോഴും ഈ ആഭ്യന്തരം കയ്യിൽ വെക്കുക എന്നൊക്കെ പറയുന്നത് കാണുന്നത്. ഉമ്മൻചാണ്ടി ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൊടുക്കുന്നതും അതിനുശേഷം രമേശ് ചെന്നിത്തലയിലേക്ക് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ VS-ന്റെ കാലത്ത്, കരുണാകരന്റെ കാലത്ത് ആദ്യം വയലാർ രവി ആയിരുന്നു ആഭ്യന്തരം. പ്രതിസന്ധിയിൽ ഉണ്ടാക്കി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പ്രതിച്ഛായ ചർച്ചയൊക്കെ നടത്തി. അത് പാർട്ടിക്ക് അതായത് ആ പ്രതിച്ഛായ ചർച്ച തന്നെ വയലാർ രവിയെ പുറത്തേക്കാൻ വേണ്ടി ആയിരുന്നു. താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ, 1982 മുതൽ 86 വരെ. പക്ഷേ വയലാർ രവി ആഭ്യന്തര വകുപ്പ് അതെ അതിന്റെ ഫലമായിരുന്നു. പക്ഷേ കേരളം കണ്ട ഏറ്റവും മനോഹരമായ മന്ത്രിസഭയായ C. അച്യുതമേനോൻ മന്ത്രിസഭയിൽ അച്യുതമേനോൻ ആയിരുന്നില്ല ആഭ്യന്തരമന്ത്രി, കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി. അത് എത്ര നാള്? അത് 1973 മുതൽ 1977 വരെ. അല്ല, അച്യുതമേനോൻ മന്ത്രിസഭയിൽ കരുണാകരനായിരുന്നു ആഭ്യന്തരമന്ത്രി. അപ്പോൾ നമ്മൾ അങ്ങനെ അടിയന്തരാവസ്ഥക്കാലമായിരുന്നു. അല്ല, അടിയന്തരാവസ്ഥ പിന്നെ 75-ലാണ് വരുന്നത്. കരുണാകരൻ അതിന് മുമ്പേ ഇറങ്ങി. പക്ഷേ നമുക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിമാർക്ക് ഈഗോ ഉണ്ടാകാതിരിക്കുന്ന എല്ലാ സന്ദർഭങ്ങളിലും ആഭ്യന്തര വകുപ്പ് കൈവിടാൻ അവർ ഒരു മടിയും കാണിച്ചിട്ടില്ല. ഇന്ന് മാത്രമല്ല, ഇപ്പോഴത്തെ കേരളത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തികമല്ല ഫിനാൻസ് വകുപ്പ് കൈകാര്യം ചെയ്യാനുള്ള കൈകാര്യം ചെയ്യാൻ ഐഡിയൽ ആയിട്ടുള്ള ആൾ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം ആഭ്യന്തരം കൂടെ കയ്യിൽ വെക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തതിൽ യാതൊരു കുഴപ്പമില്ലെന്ന് മാത്രമല്ല, രമേശ് ചെന്നിത്തല 2014 ജനുവരി 1 മുതൽ ആ മന്ത്രിസഭയുടെ കാലം കഴിയുന്നവർ ആഭ്യന്തരമന്ത്രി ആയിരുന്നു. അന്നേരം ഓപ്പറേഷൻ കുബേര മുതൽ ഇവിടുത്തെ ഡ്രഗ്സ് കൺട്രോൾ വരെ കൃത്യമായി ചെയ്തിരുന്ന ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ അദ്ദേഹം 2.5 വർഷം ആഭ്യന്തര വകുപ്പിൽ ഇരിക്കുകയും അന്ന് തീർക്കാൻ പറ്റാതെ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചിട്ട് അതൊക്കെ കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടതിന്റെ ഒരു അദ്ദേഹത്തെ സംബന്ധിച്ച് അന്ന് ബാക്കി വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. ഒരിക്കലും ആഭ്യന്തരമന്ത്രി ആയിരുന്നുകൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ പുള്ളി ഏതായാലും ധനകാര്യമൊന്നും എടുക്കാൻ സാധ്യതയില്ലായിരുന്നു. അപ്പോൾ എടുക്കാൻ സാധ്യതയുള്ള വകുപ്പ് ആഭ്യന്തരമായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ആകാൻ സാധ്യതയുണ്ടെന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്ക് ആഭ്യന്തരമായിരിക്കുമല്ലോ മനസ്സിൽ വിചാരിച്ചിരുന്ന വകുപ്പ്. അങ്ങനെ നോക്കിയാലും എങ്ങനെയൊക്കെ നോക്കിയാലും ഈ കോമ്പിനേഷൻ ഒരു സൂപ്പർ കോമ്പിനേഷൻ ആവാനാണ് സാധ്യത. കാരണം മുഖ്യമന്ത്രി ധനകാര്യം നോക്കിയും
ഇതിനു മുമ്പ് ആഭ്യന്തരം നോക്കിയ ഒരാൾ തന്നെ ആഭ്യന്തരം നോക്കി. അത് വളരെ ഓപ്റ്റൽ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു ചോദ്യം, ഈ പിന്നെ കെ മുരളീധരൻ അദ്ദേഹം വളരെ കഴിവുറ്റ മന്ത്രിയാണെങ്കിലും വളരെയേറെ ആരോപണമുള്ള, വളരെയേറെ വിമർശനമുള്ള, ഏറെക്കുറെ ഊർജ്ജശ്വാസം വലിക്കുന്ന ആരോഗ്യവകുപ്പിന് ചുമതല ഇപ്പോൾ മുരളീധരനാണ്. മുരളീധരൻ എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകും? അദ്ദേഹത്തിന് ഇത് ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ആരോഗ്യവകുപ്പിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും? എന്താ ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണെന്നാണ് കോൺഗ്രസ് ഇത്രയും ദിവസവും ഇലക്ഷൻ കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വെന്റിലേറ്ററിൽ ഇരിക്കുന്ന ആരോഗ്യവകുപ്പും ഓൾമോസ്റ്റ് മീൻസ് മരിച്ചു കഴിഞ്ഞ ദേവസ്വം വകുപ്പും ആണ് ഇപ്പം. അതെ, അതുപോലെ തന്നെ പുള്ളിക്ക് കിട്ടിയിരിക്കുന്ന അടുത്ത വകുപ്പ് ദേവസ്വം വകുപ്പാണ്. ദേവസ്വമാണ്. ദേവസ്വത്തിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെ കുറിച്ച് ഞാൻ പറയാതെ തന്നെ താങ്കൾക്ക് അറിയാലോ. അപ്പൊ ഈ രണ്ട് വകുപ്പും കൂടെ മുരളീധരൻ കൊടുക്കുന്നതിന് മുമ്പ് നടന്നൊരു കഥയുണ്ട്. താങ്കൾ തന്നെ ഒരു വീഡിയോ ചെയ്യുന്ന ഞാൻ കണ്ടു, മുരളീധരനുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ ഏതൊക്കെ വകുപ്പുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു UDF അധികാരത്തിൽ വന്നാൽ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അന്ന് മുരളീധരൻ പറഞ്ഞത് ഒന്ന് ക്രമസമാധാനവും ഒന്ന് ആരോഗ്യവും എന്നാണ്. ആരോഗ്യം, അതാണ് ക്രമസമാധാനം, ആരോഗ്യം. അപ്പോൾ ആഭ്യന്തര ആരോഗ്യമാണല്ലോ അത്. അപ്പോൾ അതിനകത്ത് ഈ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് മുരളീധരൻ അന്നേ പറയുന്നുണ്ട്. അപ്പോൾ മുരളീധരൻ അന്ന് പറഞ്ഞതുപോലെ തന്നെ മുരളീധരന് അതിനകത്ത് പ്രവർത്തിക്കാൻ ഇപ്പോൾ ഒരു അവസരം കൈവന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് കോൺഗ്രസ് പറയുകയും ഒരുപക്ഷെ ആ ദേവസ്വം വകുപ്പിലെ പ്രശ്നങ്ങളാവാം പാർട്ടിക്ക് 102 സീറ്റ് കിട്ടിയതെന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 2 സ്ഥലത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഹെർക്കുലിയൻ ടാസ്ക്കാണ് മുരളീധരൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ മുരളീധരനെ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ പുള്ളി ഒരു സൂപ്പർ മന്ത്രിയാവാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ വളരെ സീനിയറായ കോൺഗ്രസ് നേതാവായ വിഷ്ണുനാഥ് വളരെയേറെ വായനയുള്ള, വളരെ സാംസ്കാരിക ബോധമുള്ള, പുള്ളിയെ മണ്ഡലത്തിൽ ചെങ്ങന്നൂർ MLA ആയിരുന്ന സമയത്തൊക്കെ അവരുടെ സാംസ്കാരിക സമ്മേളനം തന്നെ നടത്താൻ ഞാൻ പോയി പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വിഷ്ണുനാഥ് ശരിക്കും ആ വകുപ്പിന് ടൂറിസം, സാംസ്കാരിക വകുപ്പുകൾ ഏറ്റെടുക്കാൻ പറ്റിയ ഒരാൾ തന്നെയാണ്. അതെ, വിഷ്ണുനാഥിൻ്റെ കാര്യം നോക്കിയാൽ നമുക്ക് പുള്ളിക്കാരൻ KSUവിൻ്റെ ഒരു പ്രവർത്തകനായിട്ട് ആദ്യം ജയിക്കുന്ന, പുള്ളി ആദ്യമായിട്ട് പഠിച്ചിരുന്ന ആ കോളേജിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടാണ്. ഒരു ആർട്സ് ക്ലബ് സെക്രട്ടറിയിൽ നിന്ന് സാംസ്കാരിക മന്ത്രിയിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ രസകരമായിട്ട് കാണേണ്ട ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, എവിടെയെങ്കിലും പ്രോഗ്രാമിന് പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും രസകരമായ കാര്യത്തിന് പോയാൽ ഒരു പാട്ട് പാടാൻ മടിയില്ലാത്ത, പാട്ടുകളൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി എൻജോയ് ചെയ്യുന്ന, കേരളത്തിലെ സാംസ്കാരിക നായകന്മാരെക്കുറിച്ച് വളരെയധികം കോൾമയിൽ കൊള്ളുന്ന അങ്ങനത്തെ ഒരാളാണ് പുതിയ സാംസ്കാരിക മന്ത്രി എന്നത് എന്നെ വളരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു കാലത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അതുപോലെ തന്നെ ടൂറിസം എന്ന് പറയുന്നത് കേരളം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടൂറിസം വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഏത് മന്ത്രിസഭയായാലും ടൂറിസം വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഒരുപക്ഷെ അത് കേരളത്തിൻ്റെ ഒരു ജനറൽ അറ്റ്മോസ്ഫിയറിനെയും കൂടി ബാധിക്കുന്ന ഒരു വകുപ്പാണ്. അവിടെ വിഷ്ണുനാഥിന് തിളങ്ങാൻ കഴിയേണ്ടതാണ്. കാരണം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ അനിൽകുമാറിനും പറയാം, മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും നന്നായിട്ട് വൈദ്യുത വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി ഉണ്ടായിരുന്നതെന്ന്. കാരണം ആര്യാട് മുഹമ്മദ് അന്ന് മന്ത്രിസ്ഥാനം ഉപേക്ഷിച്ച് പോകുമ്പോൾ നിലമ്പൂരിൽ നിന്ന് ആര്യാട് മുഹമ്മദ് വൈദ്യമന്ത്രിയായിട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് നിർത്തി മാറി നിൽക്കുമ്പോൾ അദ്ദേഹം വൈദ്യമന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം 4.5 രൂപയ്ക്ക് കോൺട്രാക്റ്റും ചെയ്ത് പോയ സംഭവമാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ 14 രൂപയ്ക്കോ 10 രൂപയ്ക്കോ ഒക്കെ പുറത്തുനിന്ന് വാങ്ങുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ അദ്ദേഹം 2027 വരെയൊക്കെയാണ് കോൺട്രാക്ട് ചെയ്തതായിരുന്നാണ് ഞാൻ ഇവിടെ വായിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം, ഒരു മലപ്പുറം വൈദ്യുതി കണക്ഷൻ ഓൾറെഡി കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ മണ്ഡലത്തിൽ നിന്ന് വരുന്ന അനിൽകുമാറിന് വൈദ്യുതി കൊടുത്തതിൽ വലിയ അത്ഭുതങ്ങളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല. പിന്നെ സീനിയറാണ്, എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. വൈദ്യുതി പ്രതിസന്ധിയെ നമ്മൾ നേരിടാൻ സാധ്യതയുള്ളൊരു സമയത്താണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് മിനിസ്റ്റർ എന്ന നിലയ്ക്ക് പുള്ളിക്ക് വൈദ്യുതി കൊടുത്താൽ അത്ഭുതങ്ങളൊന്നുമില്ല. ഏറെക്കുറെ അത്ര തന്നെ സീനിയറായ സിദ്ദിഖിന് കിട്ടിയിരിക്കുന്ന വനമാണ്. അത് പിന്നെ അദ്ദേഹം വയനാടായതുകൊണ്ട് വനത്തിൻ്റെ ഏറ്റവും കൂടുതൽ വനമേഖലയിലുള്ള ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന ഒരു MLAക്ക് ഒരു വനം വകുപ്പ് കൊടുത്തതിൽ അത്ഭുതം ഒന്നും നമുക്ക് കാണുക കഴിയില്ല. അതുപോലെ ജനീഷിന് യുവജനക്ഷേമം കൊടുക്കുമ്പോൾ ജനീഷ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതുപോലെ തന്നെ പിന്നോക്ക വകുപ്പ് ക്ഷേമം കൊടുത്തിരിക്കുന്ന തുളസിക്കായാലും ആ ഏരിയയെക്കുറിച്ച് ഒരു പ്രൊഫസർ എന്ന നിലയ്ക്കും അല്ലാതെ ആ ഏരിയയിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളെന്ന നിലയ്ക്കും അത്യാവശ്യം നല്ല അറിവുള്ള ഒരാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിലെ സ്ത്രീകളുടെ ഒരു വനിതാ കോൺഗ്രസിൻ്റെ മഹിളാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായിരുന്ന ബിന്ദു കൃഷ്ണയ്ക്ക് സാമൂഹ്യ നീതി വകുപ്പാണ് കൊടുത്തിരിക്കുന്നത്. ശരിക്കും സാമൂഹ്യ നീതി വകുപ്പ് അങ്ങനെ ഒരാൾക്ക് കൊടുക്കുന്നത് നമുക്ക് ശക്തമായി തന്നെ മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ ഒരു ലോജിക്ക്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വകുപ്പ് വിഭജനമൊക്കെ കുറച്ചു മുമ്പ് സാറ് പറഞ്ഞു ഉന്നത വിദ്യാഭ്യാസമാണ്. അതെ, റോജി എം ജോൺ NSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ NSUവിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്ന ഒരാൾക്ക് NSU അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വലിയ പദവിയാണ്. കാരണം എനിക്ക് മൂന്ന് പേരെ നമുക്കറിയുള്ളൂ. രമേശ് ചെന്നിത്തലയും ഹൈബി ഈഡനും
റോജി എം ജോണും മാത്രമേ കേരളത്തിൽ നിന്ന് പിന്നെ NSU പ്രസിഡന്റ് ആയതായിട്ട് എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റിൽ ഇരുന്ന ഒരാൾ, വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചൊക്കെ നന്നായി ചിന്തിക്കുന്ന ഒരാളാണ്. പിന്നെ റോജി എം ജോൺ ജനറലി ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു സമയത്ത് ഉന്നത വിദ്യാഭ്യാസം അദ്ദേഹത്തിന് കൊടുത്തതിനകത്ത് യാതൊരു താല്പര്യമില്ല. നമുക്ക് തോന്നും ഇതൊക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും താല്പര്യങ്ങൾ വെച്ച് വിഭജിച്ചായിരുന്നു. പക്ഷേ ഔട്ട്സൈഡിൽ നിന്ന് കാണുമ്പോഴും ഇവർ ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ആ ഗ്രൂപ്പുകളെ കുറിച്ചൊന്നും പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ കന്നി MLA ആയ നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള M. ലിജു, അതെ, അദ്ദേഹം പലതവണ ഇലക്ഷൻ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. വിഷ്ണുനാഥിന്റെ ഇവർ രണ്ടുപേരും ബിന്ദു കൃഷ്ണയും അതെ ലിജുവും മത്സരിച്ച് തോറ്റ് ജയിച്ച. അതെ, പക്ഷേ ലിജു വിഷ്ണുനാഥിന്റെ കാലത്ത് യൂത്ത് കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. വിഷ്ണു ഒരിക്കലേ തോറ്റിട്ടുള്ളൂ. പക്ഷേ അന്ന് മുതൽ ലിജുവും ഇതേപോലെ തന്നെ വിഷ്ണുവിനെ അതെ എന്ന് മാത്രമല്ല അദ്ദേഹം ഓർഗനൈസേഷണൽ പിന്നെ സംഘടനാകാര്യ സെക്രട്ടറി ആയിരുന്നു സംസ്ഥാനത്തെ KPCCയുടെ. പിന്നെ K. സുധാകരൻ പ്രസിഡന്റ് ആയ സമയം മുതൽ സംഘടനാകാര്യ സെക്രട്ടറിയുമായിരുന്നു. സംഘടനാകാര്യ സെക്രട്ടറി ആയിരുന്ന ഒരാൾക്ക് ഇങ്ങനെയൊരു വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി വലിയ ബുദ്ധിമുട്ടുണ്ടാകും തോന്നുന്നില്ല. ഇത് മാത്രമല്ല ഇതിനെക്കുറിച്ച് അറ്റ്ലീസ്റ്റ് ഇതൊരു വളരെ കോംപ്ലക്സ് വകുപ്പായിരുന്നു. ഒരുപാട് പലപ്പോഴും എല്ലാവരും വേണ്ടാന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പായിരുന്നു. ഞാൻ കേട്ടത് കെ ബാബു എടുക്കുന്നതിന് മുമ്പ് കെ ബാബു തന്നെ ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെട്ടാണ് എനിക്ക് തരേണ്ടതെന്ന്. രഗേന്ദ്രപാല് പണ്ടെടുത്ത ഒരാളാണ്. പലരും എടുത്തിട്ട് വളരെ കൈവള്ളിയിട്ടുള്ള വകുപ്പായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും കൂടെയുള്ള സീനിയർ മന്ത്രിമാരും അദ്ദേഹത്തോടൊപ്പം എപ്പോഴും കെയർഫുള്ളായിട്ട് തന്നെ നിൽക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം അല്ലാത്ത ഘട്ടത്തിൽ അത് പിന്നെ മന്ത്രിസഭയുടെ ഇമേജിനെ തന്നെ ബാധിക്കാൻ സാധ്യതയുള്ളൊരു വകുപ്പായതുകൊണ്ട് ലിജു ജനറലി ഈസ് എ വെരി മെറ്റിക്കുലസ് പേഴ്സൺ, സോ ഹി ഷുഡ് ബി ഏബിൾ ടു ഡു ഇറ്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മാത്രമല്ല ഈ ഡ്രഗ് കൺട്രോളൊക്കെ അത് ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ ചുമതലയാണെങ്കിലും എക്സൈസിന് വലിയ ചുമതലയുള്ള കാര്യമാണ്. ഡ്രഗ്സ്, മയക്കുമരുന്ന്, അതെ അങ്ങനത്തെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളതാണ്. അപ്പോൾ അത് വളരെ കോർഡിനേറ്റ് ചെയ്ത് തന്നെ CMന്റെ ഓഫീസുമായിട്ട് കോർഡിനേറ്റ് തന്നെ ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. കാരണം ഇപ്പോൾ തുടക്കത്തിൽ അവർക്ക് പ്രത്യക്ഷത്തിലൊരു പ്രശ്നം നമ്മൾ കാണുന്നില്ല. ആദ്യമായിട്ടാണ് ഒരുപക്ഷെ ഇത്രയും കൂടുതൽ പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു മന്ത്രിസഭ അധികാരം ഏറ്റെടുക്കുന്നത് എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ടാണ്. ഇതിനു മുമ്പ് എല്ലാ മന്ത്രിസഭകളും ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം വകുപ്പിനെ ചൊല്ലിയായാലും ആൾക്കാരെ ചൊല്ലിയായാലും ഒക്കെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ മുഖ്യമന്ത്രി പറയുന്ന പോലെ മുഖ്യമന്ത്രിക്ക് ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരിക്കലും അതിനെക്കുറിച്ച് ഒരു ടെൻഷൻ ഉണ്ടാകേണ്ട കാര്യമേ വന്നിട്ടുണ്ടാവില്ല. പെർഫോമൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതിയായിരിക്കും. അതുകൊണ്ടായിരിക്കാം അങ്ങനെ. ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ താങ്കൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, പറവൂരിൽ നിന്നൊരു അമ്മാളു അമ്മ എന്ന് പറയുന്ന ഒരു വൃദ്ധ വന്നിരുന്നു. അവർ VD സതീശൻ്റെ ഒപ്പമുള്ള ഫോട്ടോയൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയും എല്ലാ ചാനലുകാരും അവരെ ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്തു. എൻ്റെ മകനെ പോലെയാണ് എനിക്ക് VD സതീശൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു ഫോട്ടോഗ്രാഫർ തന്നെ അവരെ കൂട്ടിക്കൊണ്ട് സ്റ്റേജിലേക്ക് പോയി. രാഹുൽ ഗാന്ധി അവരെ കെട്ടിപ്പിടിച്ചു. പിന്നെ ബാക്കി അവിടെ നിന്ന പല ആളുകളും അവരെ വിഷ് ചെയ്തു. അപ്പോൾ ഈ അമ്മാളും അമ്മ ആദ്യം എൻ്റെ അടുത്ത് കുറേ നേരം ഉണ്ടായിരുന്നു. ശരി. അപ്പോൾ എനിക്ക് മനസ്സിലായൊന്നുമില്ല അദ്ദേഹം അവർ പറയുന്നതാണ്. പിന്നീട് ചാനലുകളിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഈ അമ്മാളും അമ്മനെ കുറിച്ച് മനസ്സിലായത്. അപ്പോൾ ഈ അമ്മാളും അമ്മയിലൂടെ ഞാനിത് പറയാൻ കാര്യം, ഈ വയോജന വകുപ്പ് എന്നൊരു വകുപ്പ് ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങുന്നത് കേരളത്തിലാണ് തുടങ്ങിയിരിക്കുകയാണ്. വാസ്തവത്തിൽ അമ്മാളും അമ്മ എൻ്റെ ഒരു പ്രത്യേകമാണ്. അമ്മാളും അമ്മ എന്ന് പറയുന്ന സ്ത്രീ അവിടെ വരാനും അവരെ ഒരു പ്രതീകമായി അവിടെ അവതരിപ്പിക്കാനും അവർ ഈ സ്റ്റേജിൽ കയറി ഈ രാഹുൽ ഗാന്ധിയെ തന്നെ കെട്ടിപ്പിടിക്കാനും ഒക്കെ ഒരു അവസരം ഉണ്ടാക്കിയത് ഒരുപക്ഷെ ഒരു സൂചനയാണ്. അതായത് ഈ സർക്കാർ ഏറ്റവും അധികം ഊന്നൽ കൊടുക്കുന്നത് സ്ത്രീ സംരക്ഷണത്തിന് എന്നതുപോലെ തന്നെ വയോജന സംരക്ഷണത്തിനാണ്. അതൊരു വലിയൊരു മെസ്സേജാണ്. ഇന്ന് പത്രസമ്മേളനത്തിൽ പിന്നെ VD സതീശൻ പറഞ്ഞതാണ്, ഒരു സമൂഹം എത്രമാത്രം പുരോഗമിച്ചു വളർന്നു എന്നുള്ളതിനെ നാന്ദി ആ സമൂഹം എങ്ങനെ പിന്നെ പ്രായമായവരെ പരിഗണിക്കുന്നുള്ള വെച്ചാണ്. അപ്പം പുതിയൊരു സന്ദേശം അല്ലെ പുതിയൊരു കൾച്ചർ കേരളത്തിൽ വയോജന പ്രായമായവരോട് വാർദ്ധക്യത്തിലെത്തിയവരോട് അവർക്ക് ആദരവ് കൊടുക്കുക, അവരെ അംഗീകരിക്കുക. ഇത് VD സതീശൻ ഭംഗിയായിട്ട് ചെയ്താലുണ്ടല്ലോ ബാക്കി എല്ലാം പരാജയപ്പെട്ടാലും ആളുകളെ പ്രത്യേകിച്ച് ഒരു 50+ ആൾക്കാർ പുള്ളിയുടെ കൂടെ നിൽക്കും. കാരണം ഇതൊരു നല്ല ഒരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് ഈ മോശയ്ക്ക് നൽകിയ കൽപ്പന 10 എന്ന് പറഞ്ഞ ഒരു കാര്യം സാർ കേട്ടിട്ടുണ്ടാവും. സാർ ക്രിസ്ത്യാനിയാണല്ലോ. അപ്പോൾ 10 കൽപ്പനകളുണ്ടല്ലോ. അതിനകത്ത് ഞാൻ വളരെ ചെറുതായിരുന്നപ്പം ഈ 10 കൽപ്പനകളുടെ പാട്ട് പഠിച്ചിട്ടുണ്ട്. അതിനകത്തൊരു വാക്ക് ഞാൻ പ്രത്യേകം പറയാം. 5ാമത്തെ കൽപ്പനയാണ്, ഹാനി കൂടാതുള്ള നാളുകൾ നീളുമേ
മാനിച്ചാൽ മാതാപിതാക്കളെ നാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 5ാമത്തെ കൽപ്പനയാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്നുള്ളത്. അത് സംസ്ഥാനം മൊത്തത്തിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ ഒരു 5ാമത്തെ കൽപ്പന വളരെ നന്നായി പാലിച്ചു കഴിഞ്ഞാൽ ദൈവം പോലും നിങ്ങൾക്ക് ഹാനി കൂടാതുള്ള നാളുകൾ നൽകുമെന്നാണ് ആ കൽപ്പനയിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ പറഞ്ഞത് ശരിയാണ്, മന്ത്രിസഭയ്ക്ക് കുറച്ചും കൂടി സുഖമായി സ്മൂത്തായി മുന്നോട്ട് പോകാൻ കഴിയും ഈ വയോജന വകുപ്പിനോട് കാണിക്കുന്ന ആ ഒരു താല്പര്യം. അത് ഇന്ദിരാ ഗ്യാരണ്ടിയിൽ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതാണെങ്കിലും അത് കേരളത്തിൽ തന്നെ അത് നടപ്പാക്കാൻ കഴിയുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ അപ്പച്ചനും അമ്മയ്ക്കൊക്കെ 85-90 വയസ്സായി. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കണ്ടിരുന്നല്ലോ. അധ്യാപകനായിരുന്ന ഇപ്പോഴും വളരെ സ്മാർട്ടായിട്ട് നിന്നുകൊണ്ട് കണക്ക് പഠിക്കണം എല്ലാവരും എന്ന് ഉപദേശിക്കുന്ന കണക്കാണ് ഈ ഭൂഗോളത്തിൻ്റെ സ്പന്ദനം എന്ന ചാക്കോ മാഷിൻ്റെ മെസ്സേജ് ആവർത്തിക്കുന്ന അദ്ദേഹത്തെ ഞാൻ കണ്ടു. മന്ത്രിസഭയിലെ റവന്യൂ മന്ത്രിയുടെ കണക്ക് മാഷും കൂടിയായിരുന്നു അദ്ദേഹം എന്ന് ഞാൻ സാറിനെ ഓർമ്മിപ്പിക്കാൻ. റവന്യൂ മന്ത്രി ആദ്യമായിട്ട് ഉൾപ്പെടെ അവിടെയുള്ള പല രാഷ്ട്രീയ നേതാക്കളുടെയും കണക്ക് മാഷായിരുന്നു. അതെ, പക്ഷേ റവന്യൂ മന്ത്രി ആദ്യമായി പുള്ളിക്കലിൽ വരുമ്പോൾ അദ്ദേഹത്തിന് ക്ലാസ് ടീച്ചറും കണക്ക് മാഷും ആയിരുന്നു ഇദ്ദേഹം എന്ന് ഞാൻ വളരെ സ്നേഹപൂർവ്വവും വളരെ നന്ദിപൂർവ്വവും. അങ്ങനത്തെ പിതാവിനെ കിട്ടിയ താങ്കൾ എന്തായാലും ഭാഗ്യവാനാണ്. എന്തായാലും കണക്കും കിട്ടിയിട്ടുണ്ട് താങ്കളിലേക്ക്. താങ്കളൊരു കണക്ക് വിദഗ്ധനായി മാറിയത് അങ്ങനെയായിരിക്കും. ഞങ്ങൾ ജീവിതോപാധിയായി നമ്മുടെ കണക്ക് പഠിപ്പിക്കുന്നതും അല്ല IM-ലെ പ്രൊഫസർ ആവണമെങ്കിൽ ഇച്ചിരി കണക്ക് പഠിക്കാതെ പറ്റില്ല. ഞങ്ങളുടെ വീട്ടിൽ ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും കണക്കിൻ്റെ ടീച്ചേഴ്സാണ്. ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ, മദർ ഇൻ ലോ, ഡോട്ടർ എല്ലാവരും കണക്ക് പഠിപ്പിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊരു സന്തോഷവുമുണ്ട്. എന്തായാലും നമ്മൾ ഈ പുതിയ മന്ത്രിസഭയുടെ ആദ്യ ദിനം തന്നെ ഇത് മന്ത്രിസഭയെക്കുറിച്ച്, മന്ത്രിസഭയിലെ അംഗങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി ഏറെക്കുറെ നമ്മൾ അതിനെക്കുറിച്ചൊരു വിലയിരുത്തൽ നടത്തി. അതിന് ഇത്ര സമയം ഇതിനുവേണ്ടി ചെലവഴിച്ചതിന് നന്ദി.